സാക്ഷിയെ ഞെട്ടിച്ച അനുഭവക്കുറിപ്പ് എഴുതിയ 4ാം ക്ലാസ്സുകാരി അന്ന് വൈകിട്ടും പിതാവിന്റെ ക്രൂരതയ്ക്ക് ഇരയായി. കൂന്താലി വീശി പാഞ്ഞെടുത്ത പിതാവിൽ നിന്നും തലനാരിഴയ്ക്കാണ് ആ കുരുന്ന് രക്ഷപ്പെട്ടത്. സംഭവം അറിഞ്ഞ പോലീസ് ഇയാളെ തിരക്കി നടക്കുമ്പോഴായിരുന്നു ഇത്. കുട്ടിയുടെ വെളിപ്പെടുത്തലിൽ കലിപൂണ്ട ഇയാൾ കുഞ്ഞിനെ അടിക്കാൻ കൂന്താലിയുമായി പാഞ്ഞെത്തുകയായിരുന്നു. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ 9 വയസ്സുകാരി രക്ഷപ്പെട്ടത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് വീണ്ടും പിതാവ് കൂടുതൽ ക്രൂരമായ ആക്രമണത്തിനെത്തിയത്. പോലീസ് തിരഞ്ഞെത്തിയപ്പോൾ ഒളിവിലായിരുന്ന പാലമേൽ കഞ്ചുക്കോട് പൂവണ്ണം തടയിൽ കിഴക്കേതിൽ അൻസാറാണ് കുട്ടിക്കും തന്റെ മാതാപിതാക്കൾക്കും നേരെ കൂന്താലി പ്രയോഗിച്ചത്. വിവരമറിഞ്ഞ ശിശുക്ഷേമ സമിതി ഉടൻ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. തുടർന്ന് നൂറനാട് പോലീസിനെ അവിടേക്ക് അയച്ചെങ്കിലും അൻസാർ വീണ്ടും മുങ്ങി. ഇയാളെയും 2ാം ഭാര്യ ഷെബീനെയും ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. അൻസാറും ഷെബീനെയും കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിക്കുന്നതായി അധ്യാപകർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഇവിടെ തേടി വീട്ടിലെത്തിയിരുന്നു. എന്നാൽ സംഭവം അറിഞ്ഞ് മുങ്ങിയ അൻസാർ പിന്നീട് വീട് പൂട്ടാനാണ് വൈകിട്ടെത്തിയത്. അടുത്ത് തന്നെയുള്ള പഴയ വീട്ടിൽ മകളെയും തന്റെ മാതാപിതാക്കളെയും കണ്ടപ്പോൾ ഇയാൾ കൂന്താലിയെടുത്ത് ആക്രോശിച്ചെത്തി. കുട്ടി ഓടി മാറിയപ്പോൾ അൻസാർ പിതാവിന് നേരെ കൂന്താലി വീശി. നിലത്തുകൊണ്ട് ഒടിഞ്ഞതിനാൽ അദ്ദേഹവും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇതോടെ ഭീതിയുടെ നിഴലിലാണ് കുട്ടിയും അൻസാറിന്റെ മാതാപിതാക്കളും. ഇനിയും ആക്രമണം ഉണ്ടായേക്കാമെന്നതിനാൽ കുട്ടിയെയും അൻസാറിന്റെ മാതാവിനെയും ബന്ധുവീട്ടിലേക്ക് മാറ്റി. പോലീസിന്റെ വിവിധ സംഘങ്ങൾ അൻസാറിനെ തിരയുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡും രംഗത്തുണ്ട്. കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ വിക്ടിം റൈറ്റ്സ് സെന്ററിന്റെ അഭിഭാഷക KM ജിഷ പോലീസിൽ നിന്നും കുട്ടിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുമെന്ന് അവർ അറിയിച്ചു. സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചും വിവരങ്ങൾ ശേഖരിച്ചു. കുട്ടിക്ക് സ്കൂളിൽ പൂർണ്ണ സംരക്ഷണവും നിയമ നടപടികൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും സ്കൂൾ മാനേജർ അറിയിച്ചു. സംഭവത്തിൽ ഇടപെട്ട ബാലാവകാശ കമ്മീഷൻ ജില്ലാ ശിശുക്ഷേമ ഓഫീസറോടും നൂറനാട് SHOയോടും അന്വേഷണ റിപ്പോർട്ട് തേടി. കുട്ടിക്ക് കൗൺസിലിംഗ് സേവനം ഉറപ്പുവരുത്താൻ ജില്ലാ ശിശുക്ഷേമ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയെന്ന് കമ്മീഷൻ അംഗം ജലജചന്ദ്രൻ പറഞ്ഞു. സ്വന്തം ജീവിതത്തിലെ അനുഭവം നല്ല കൈപ്പടയിൽ അക്ഷരത്തെറ്റില്ലാതെ എഴുതിയ ആ കുരുന്ന് ആ സ്കൂളിന്റെയും പൊന്നോമനയാണ്. പാട്ടിനും ഡാൻസിനും പ്രസംഗത്തിനും എന്നുവേണ്ട സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവൾ മുൻനിരയിൽ കാണും. സ്കൂൾ ലീഡറാണ് ആ മിടുക്കി. സ്കൂളിലെ പരിപാടികളിൽ പ്രസംഗിക്കും, കഥകൾ പറയും, കവിത ചൊല്ലും. ചെറിയ കുട്ടികളുടെ ക്ലാസ്സുകളിൽ പോയി ഉച്ച സമയങ്ങളിൽ കഥ പറഞ്ഞു കൊടുക്കും, പാട്ട് പാടും. രാവിലെ സ്കൂൾ ബസ്സിൽ എത്തുന്ന ചെറിയ കുട്ടികളെ കൈ പിടിച്ചിറക്കുന്നത് അവളാണ്. വൈകിട്ട് അവരെ വീഴാതെ ബസ്സിൽ കയറ്റി തിരികെ സീറ്റുകളിൽ ഇരുത്താനും അവൾ എന്നും എത്തും. 6-ന് രാവിലെ സ്കൂളിൽ നടന്ന ചടങ്ങിൽ അവൾ പ്രസംഗിക്കുമ്പോഴാണ് അധ്യാപകരും PT ഭാരവാഹികളും കവളിൽ അടിയേറ്റ പാടുകൾ കണ്ടത്. തുടർന്നാണ് കുറിപ്പ് കണ്ടതും പോലീസിൽ വിവരം അറിയിക്കുന്നത്.